ശ്രീ കെ അനിൽകുമാർ, അതായത് എസ്റ്റിമേറ്റിൻ്റെ കാര്യത്തിലോ ഇന്നലെ പ്രചരിച്ച വ്യാജ വാർത്തയുടെ കാര്യത്തിൽ തുടങ്ങി വെച്ച പ്രതികരണത്തിൻ്റെ കാര്യത്തിലോ ഒക്കെ തിരുത്തു വരുന്നു. അത് തെറ്റായിപ്പോയി. പക്ഷേ പൂർണ്ണമായും അത് തള്ളാൻ പറ്റുന്നില്ല. കാരണം മരണത്തിന് 75,000, ആക്ച്വൽ കണക്ക് 1.75. ഇതൊക്കെ എന്താണ്? ഈ പൊരുത്തക്കേട് കേന്ദ്രത്തിന് അടിക്കാനുള്ള വടി നിങ്ങൾ തയ്യാറാക്കി കൊടുക്കുകയാണ്. ഇതാണ് കോൺഗ്രസിൻ്റെ വാദം. ഇപ്പോൾ കേരളത്തിൽ നടന്നത് ഒരു രാഷ്ട്രീയ അട്ടിമറിയാണ്. യഥാർത്ഥ പ്രശ്നം എന്താണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള പിണറായി വേട്ടയിലേക്ക്, LDFനെതിരായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക്, അതിൻ്റെ കള്ളപ്രചാരണത്തിൻ്റെ ഒരു രാഷ്ട്രീയ പരിസരങ്ങളിലേക്ക്, സർക്കാരിനെതിരായ ഉണ്ടാക്കാൻ കഴിയുന്ന പ്രചരണങ്ങളിലേക്ക് കേരളത്തെ തിരിച്ചു കൊണ്ടുപോവുക. ഇതാണ് ഇന്നലെ കേരളത്തിൽ നടന്നത്. അത് വളരെ ബോധപൂർവമായ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. രാജീവ് ചന്ദ്രശേഖരൻ്റെ ചാനലായ ഏഷ്യാനെറ്റാണ് അത് ബ്രേക്ക് ചെയ്തത്. മുമ്പേ ഗമിച്ചിടുന്ന ഗോപുതൻ്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളല്ല എന്ന് പറയുന്ന പോലെ മറ്റെല്ലാ മാധ്യമങ്ങളും അത് ഏറ്റെടുത്തു. ഇന്ന് 24 ചാനലിൻ്റെ തലവനായിട്ടുള്ള ശ്രീ ശ്രീകണ്ഠൻ നായർ തങ്ങൾ എങ്ങനെയാണ് ഇപ്രകാരം ഒരു വാർത്താ നിർമ്മിതിക്കിരയായി തീർന്നത്, അതിൻ്റെ പിന്നാലെ പോകേണ്ടി വന്നത് എന്ന് അന്വേഷിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? ഒരു ചാനൽ ഒരു വ്യാജ വാർത്ത കൊടുക്കുന്നു. അത് കണ്ടാലുടനെ അതേ രീതിയിൽ തന്നെ വ്യാജ വാർത്തകൾ മറ്റെല്ലാ ചാനലുകളിലും നിർമ്മിക്കപ്പെടുന്നു. എന്നിട്ട് ചോദ്യങ്ങൾ ഇടതുപക്ഷത്തിന് നേരെ വരികയാണ്, മുഖ്യമന്ത്രിക്കെതിരെ വരികയാണ്. എല്ലാ ചാനലുകളും കാർഡുകൾ ഇറക്കുകയാണ്. ഒരു മൃതസംസ്കാരത്തിന്, ഒരു മൃതദേഹത്തിന് 75,000 രൂപ സർക്കാർ ചിലവാക്കി കഴിഞ്ഞിരിക്കുന്നു. റിപ്പോർട്ടർ ചാനലിൽ എക്സിക്യൂട്ടീവ് എഡിറ്ററോ തൊട്ടടുത്തിരിക്കുന്ന ഏതോ ഒരു വനിതയുണ്ട്. അവർ പറയുന്നത് സർക്കാർ ചിലവിൻ്റെ കണക്കുകൾ പുറത്തുവിട്ടു. സർക്കാർ ചിലവിൻ്റെ കണക്കുകൾ പുറത്തുവിട്ടോ? എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് പറയാൻ പറ്റുന്നത്? സർക്കാർ ചിലവായ തുകയുടെ കണക്കുകൾ പുറത്തുവിട്ടോ? ഇന്ന് രാവിലെ പത്രങ്ങളിൽ അത് സംബന്ധിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ പത്രങ്ങൾക്ക് എന്താ സംശയം? സർക്കാർ ചെലവിൻ്റെ കാര്യങ്ങൾ കണക്ക് വല്ലതും പുറത്തുവിട്ടോ? വയനാടുമായി ബന്ധപ്പെട്ട് ചിലവായ 1 വെള്ളി രൂപയുടെ കണക്കും ഒരു മാധ്യമങ്ങളും വയനാട് കലക്ട്രേറ്റിലെ ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചിട്ടില്ല. വയനാട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കലക്ടറാണ്, അവരോട് ചോദിച്ചിട്ടില്ല. അതിൻ്റെ മറുപടി വാങ്ങിയിട്ടില്ല. അപ്പോൾ മൃതദേഹം സംസ്കരിക്കാൻ എത്ര രൂപ അവിടെ ചിലവായെന്ന് കണക്കുണ്ട്. ആ കണക്ക് ചോദിച്ചാൽ കണക്ക് കിട്ടും. അതല്ല വിട്ടത്. പിന്നെന്താണ് വിട്ടത്? ദുരന്ത നിവാരണ നിയമപ്രകാരം തയ്യാറാക്കിയൊരു മെമ്മോറാണ്ടത്തിലെ വിവരങ്ങൾ അത് മുഴുവനോടെ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ഒരു തെറ്റും വരില്ല. കാരണം എന്താണ്? സ്കൂളുകൾക്ക് 6 കോടി. സ്കൂളുകൾക്ക് 6 കോടി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 6 കോടി രൂപ അവിടെ ചിലവായി കഴിഞ്ഞതാണോ? റോഡിന് ഇത്ര ലക്ഷം എന്ന് പറഞ്ഞാൽ റോഡിന് ചിലവാക്കിയതാണോ? പാലത്തിന് ഇത്ര ലക്ഷം, അല്ലെങ്കിൽ അവിടെ കാർഷിക വിളകൾ നഷ്ടപ്പെട്ടു 50 കോടി രൂപ കൃഷിക്കാർക്ക് കൊടുത്തു കഴിഞ്ഞു എന്നാണോ? അപ്പോൾ അവിടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് എന്നാണ്? ആഗസ്റ്റ് 9-ാം തീയതി. ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി പൂർണ്ണമായും തിരിച്ചറിയും മുമ്പ് എത്രയോ പേരുടെ മൃതദേഹങ്ങൾ കിട്ടിയിട്ടില്ല, 178 പേരുടെ മൃതദേഹങ്ങൾ കാണാനായിട്ടില്ല എന്ന തിരിച്ചറിവുണ്ടാകുന്ന ഘട്ടത്തിൽ അതെങ്ങനെയാണ് കിട്ടുക? കൈയായിട്ടാണോ, കാലായിട്ടാണോ, തലയായിട്ടാണോ, ഉടലായിട്ടാണോ കിട്ടുക എന്ന് പോലും അറിയില്ല. അത് എത്ര കഷ്ണമായിട്ട് കിട്ടിയാലും ഇത് കൂട്ടിച്ചേർത്ത് എങ്ങനെയാണ് ഒരു ശരീരമാക്കുന്നത് പറയാനാവില്ല. അപ്പോൾ കലക്ട്രേറ്റിലിരുന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച ചെയ്ത് ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാർ 2001 ദുരന്ത നിവാരണ നിയമപ്രകാരം ഒരു ചോദ്യാവലി ഉണ്ടാവും. ആ ചോദ്യാവലിക്ക് ഉത്തരം കൊടുക്കും. ഉത്തരം എന്താണ്? ഇന്ന ഹെഡുകൾ നിങ്ങൾ ക്ലെയിം ചെയ്യാം. ക്ലെയിം ചെയ്ത് മുഴുവൻ തുക തരികയല്ലോ. അപ്പോൾ ക്ലെയിം ചെയ്യുന്ന തുക അവർ ഇപ്പോൾ ഉദാഹരണമായിട്ട് പട്ടാളത്തിൻ്റെ ബെയിലി പാലം നിർമ്മിച്ചു, എത്ര കോടി രൂപ ചിലവാകും? അതിനാർക്കും കണക്കില്ല. അപ്പോൾ അതിന് 1 കോടി എന്നൊരു കണക്കാക്കി ഉണ്ടാക്കി വെച്ചു. ആ 1 കോടി രൂപ ബെയിലി പാലത്തിന് ചിലവായി എന്നാണ് കേരള സർക്കാർ ചിലവാക്കി കഴിഞ്ഞു എന്നാണ് മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്ത. നവമാധ്യമങ്ങളിലൊക്കെ കള്ളവാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. ദുരിതാശ്വാസ നിധിയിൽ മുഖ്യമന്ത്രി കൈയിട്ട് പണം എടുക്കുന്നു. ഇത് പാർട്ടിക്കാരെല്ലാം വീട്ടിൽ കൊണ്ടുപോയി. ആദ്യമായിട്ട് പറയാനൊരു കാര്യം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കും സഹായകരമായ നിലയ്ക്ക് കടുത്ത
ഇടതുപക്ഷ വിരുദ്ധ വാർത്താ നിർമ്മിതി നടന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറേയൊക്കെ ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയ അന്തരീക്ഷം മാറി. അന്തരീക്ഷം മാറിയതിൻ്റെ ഭാഗമായി സംഭവിച്ചെന്താണ്? വയനാട് ദുരന്തം കണ്ണു തുറപ്പിച്ചു. കർണാടകത്തിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ കർണാടക സർക്കാർ എങ്ങനെ പെരുമാറി? കേരളത്തിൽ ദുരന്തമുണ്ടായപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള സർക്കാരും എങ്ങനെ പെരുമാറി? ആകെ നമ്മൾക്കൊരു വിവാദം വന്ന് പൂത്ത ബ്രെഡാണ്, സർക്കാർ കൊടുക്കുന്ന ഭക്ഷണം പൂത്ത ബ്രെഡാണ് എന്ന് എല്ലാ മാധ്യമങ്ങളും വാർത്ത താങ്ങുകയാണ്. ഗവൺമെൻറ് വ്യക്തമാക്കി അവിടെ ബ്രെഡ് വിതരണം ചെയ്തിട്ടില്ല, പിന്നെയല്ലേ പൂത്ത ബ്രെഡ്. അപ്പോൾ പൂത്ത ബ്രെഡ് മുസ്ലിം ലീഗുകാർ കൊടുത്തതാണ്. കൊടുത്ത എവിടുന്നാന്നൊക്കെ പിന്നീട് പുറത്ത് വന്നിട്ടുണ്ട്. അത് മാധ്യമങ്ങളിലൂടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് വ്യാജമായ പൂത്ത ബ്രെഡ് ഉണ്ടാക്കിയിട്ട് അത് വിതരണം ചെയ്തതായിട്ട് വ്യാജ വാർത്ത ഉണ്ടാക്കിയതൊക്കെ നമ്മൾ കണ്ടു. സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും മികവാർന്ന നിലയിൽ വയനാട് ദുരന്തം കൈകാര്യം ചെയ്തു എന്ന് വന്നു. 2, കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ പോയി പ്രധാനമന്ത്രിക്ക് മുമ്പിൽ പോയി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിവേദനം കൊടുത്തു കഴിഞ്ഞാൽ ഇനി എന്താ ഗവൺമെൻറ് ചെയ്യേണ്ടത്? കേന്ദ്ര സർക്കാർ പ്രതികരിക്കണം. ഇന്നലെ രാവിലെ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് ചോദിക്കൂ. മുഖ്യമന്ത്രിയോട് എന്ത് ചോദിക്കാനാ? നിവേദനം ദില്ലിയിൽ കൊണ്ടുപോയി പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്നത് ഇദ്ദേഹം അറിഞ്ഞതല്ലേ? ആ സുരേഷ് ഗോപിക്കെതിരായി എന്താണോ അദ്ദേഹം പ്രതികാരത്തോടു കൂടി ചെയ്യുന്നത് അത് തുറന്നു കാട്ടുന്നതിന് പകരം ടോം വടക്കൻ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരനായിരുന്ന BJPയിലേക്ക് കാലുമാറിയ നേതാവ് വിവരാവകാശ പ്രകാരം ഒരു കടലാസ് എടുക്കുന്നു. കടലാസ് ഇത്രേ ഉള്ളൂ. കേന്ദ്രത്തിന് കൊടുത്ത മെമ്മോറാണ്ടം, അതിൻ്റെ ഒരു പകർപ്പ് കോടതി കൊടുത്തിരുന്നു. നിവേദനമാണ്. ആ നിവേദനത്തിൽ ഉദ്ദേശം ഞങ്ങൾക്ക് അന്ന് 1200 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായെന്നാണ് ഒരു കണക്ക്. ഇപ്പോൾ കണക്ക് മാറിയിട്ടുണ്ട്. അന്തിമ നിവേദനം വന്നപ്പോൾ നിവേദനത്തിലെ കണക്കുകൾ ആദ്യത്തെ കണക്കിനേക്കാൾ ഉയർന്ന കണക്കാണ്. അതിൽ കേന്ദ്ര സർക്കാർ എത്ര തരുമെന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല. ഓരോ ഹെഡിലും അവരനുവദിക്കുന്ന തുക ഉദ്യോഗസ്ഥന്മാർ കണക്കാക്കണം. കേന്ദ്രത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർ കണക്കാക്കണം. ഒരു മൃതദേഹം മറവ് ചെയ്യുന്നതിന് 75,000 നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തു. അവർ ഉദ്യോഗസ്ഥന്മാർ കണക്കാക്കിയിട്ട് 6,000 തരുന്നെങ്കിലോ 7,000 തരുന്നെങ്കിലോ. ഒരു വീട് നിർമ്മിക്കുന്നതിന് നമുക്ക് 10 ലക്ഷം രൂപ മുടക്കാണ്. അവർ തരുന്നത് 1,32,000 രൂപയേ ഉള്ളൂ ആക്ച്വൽസ്. ഈ വ്യത്യാസങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഒരു പാലം പണിയാൻ 15,000 15 കോടി വരുമെന്നൊരു കണക്കെഴുതി കൊടുത്താൽ ഉടനെ നിങ്ങൾ അഴിമതി ആരോപിക്കുമോ? പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇവിടെ വ്യാജമായി പ്രചരിപ്പിച്ചത് ചിലവായ തുകയുടെ കണക്ക് സർക്കാർ പുറത്തുവിട്ടു എന്ന കള്ളം. ചിലവായ തുകയുടെ കണക്ക് സർക്കാർ പുറത്തുവിട്ടു എന്ന പച്ച നുണ പറഞ്ഞുകൊണ്ടാണ് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ, മുഖ്യമന്ത്രിയെ അപമാനിക്കാൻ, ഇടതുപക്ഷ നേതൃത്വത്തെ അപമാനിക്കാൻ ഈ ഓണക്കാലത്ത് എല്ലാ ജനങ്ങൾക്കും ഏറ്റവും മെച്ചപ്പെട്ട നിലയ്ക്ക് ഓണം കൈകാര്യം ചെയ്തൊരു ഗവൺമെൻറ്. പ്രതിപക്ഷ നേതാവിന് ഒരു പ്രസ്താവന കൊണ്ടുപോലും ഓണത്തിന് ഇന്ന കുറവുണ്ടായി എന്ന് കേരളത്തിൽ പറയേണ്ടി വന്നോ? ഇവിടുത്തെ BJPക്കാർക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയേണ്ടി വന്നോ? ഇവിടെ ഈ വ്യാജ വാർത്ത പറഞ്ഞതിന് പുറകെ കേസ് പറയുകയാണ് പിണറായി രാജിവെക്കണം. എന്തിനാ രാജിവെക്കേണ്ടത്? ഷിരൂരിലും വയനാട്ടിലും നടന്നതിൻ്റെ കമ്പാരിസൺ ജനങ്ങൾ നടത്തി. അവർക്ക് ബോധ്യമായി. അന്ന് മുതലേ കലിപ്പിലായിരുന്നു ഇവരൊക്കെ. ആ കേന്ദ്രങ്ങളുടെ കലിപ്പാണ് ഇത്തരത്തിൽ പ്രതിഫലിച്ചത് എന്ന് ബോധ്യമാക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് പിന്നീട് വരുന്നത്. നിങ്ങളുടേത് രാഷ്ട്രീയ ആരോപണം മാത്രമല്ല, വസ്തുതയാണെന്ന് ഞങ്ങൾക്കൊക്കെ ബോധ്യമാകുന്നു. ഞാൻ തിരിച്ചെത്താം ശ്രീ കെ അനിൽകുമാർ. ശ്രീ M ജയചന്ദ്രൻ, വ്യാജ വാർത്തകൾ നൽകുക. പറഞ്ഞോളൂ ശ്രീ കെ അനിൽകുമാറിന് എന്തോ കാര്യം കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയുന്നു. അദ്ദേഹം പറയട്ടെ. ഒരു വാക്കുകൂടെ പറയാം. ഒറ്റ വാക്കുകൂടെ പറയാനുണ്ട്. കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യാൻ പോകുന്നു പ്രതികരിക്കണ്ടേ? കേന്ദ്ര സർക്കാർ കേരളത്തെ ഉത്തരവാദിത്തപ്പെട്ടൊരു ഗവൺമെൻറ്റിനോട് പ്രതികരിക്കണ്ടേ? എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? നിങ്ങളുടെ നിവേദനം ലഭ്യമാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഏറ്റവും വേഗം പ്രതികരിക്കണ്ടേ? ഒരു സർക്കാർ പ്രതികരിക്കണ്ടേ? എന്താ പ്രതികരിക്കാത്തത്? അത് കേന്ദ്ര സർക്കാരിനോടോ നരേന്ദ്രമോദിയോടോ അവരുടെ പ്രതിനിധികളോ ചോദിക്കാൻ മടിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ ഇങ്ങനൊരു കീറക്കടലാസ് കൊടുത്തപ്പോൾ ഈ മാധ്യമങ്ങളൊന്നും തെറ്റുപറ്റിയവരല്ല കേട്ടോ. അതിന് കാരണം എന്താണ്? ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്ത എസ്റ്റിമേറ്റ് ആണ് എന്ന് ആ വിധി വായിച്ചു നോക്കിയാൽ എല്ലാവർക്കും അറിയാം. വിധി വന്നിട്ട് എത്ര ദിവസമായി? അതിന് പകർപ്പ് ആഴം അതൊക്കെയാണ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ തക്കവണ്ണം എന്താ പുതുള്ളത്? ഇത് വായിച്ചു നോക്കി അറിയില്ലേ?